നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ ള എന്ന അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ള എഴുതുമ്പോൾ 2 വരയുടെ താഴത്തെ വരയിൽ നിന്ന് 0 എഴുതി റ വരച്ച് ഇവിടെ എത്തുമ്പോൾ 3 എന്ന് വരയ്ക്കുന്ന പോലെ വരച്ചു. ഇനി ഈ വരയിലൂടെ തന്നെ 0 എഴുതിയിടത്ത് എത്തുമ്പോൾ വളച്ച് താഴേക്ക് വെച്ചു. ഇതാണ് ള എന്ന അക്ഷരം. ഒരിക്കൽ കൂടെ നോക്കാം. 0 എഴുതി, റ വരച്ചു, 3 എന്ന പോലെ സൈഡിലേക്ക് വളച്ചു വെച്ച് ഉ എന്ന ഇതൊക്കെ എഴുതിയ പോലെ എഴുതുമ്പോൾ ള എന്ന അക്ഷരമായി. ഒരിക്കൽ കൂടെ നോക്കാം. 2 ലൈനിന്റെ അടിയിലത്തെ വരയിൽ നിന്നും 0 എഴുതി തുടങ്ങി റ വരച്ച് 3 എന്ന് ഇവിടെ എത്തുമ്പോൾ 3 എന്ന പോലെ വളച്ചു വെച്ചു. ഇനി അടിയിലേക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ള എന്ന അക്ഷരമായി. ഇനി നമുക്ക് ള വരുന്ന കുറച്ച് വാക്കുകൾ എഴുതാം. ആദ്യത്തെ വാക്ക് മലയാളം. മലയാളം എഴുതാം. ആദ്യം മ എന്ന് എഴുതണം അല്ലേ. മ ല യാ എഴുതി ആ എന്ന ചിഹ്നം വരയ്ക്കണം. അപ്പോഴാണ് യാ ആവുള്ളൂ. യാ. ഇനി ളം. ള എഴുതി അമ്മിന്റെ ചിഹ്നവും കൂടെ ചേർക്കുമ്പോൾ മലയാളം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് തവള. ത എഴുതുന്നു. ത തൊട്ടടുത്തായിട്ട് വ. ത വ അതിനുശേഷം ള. ള വരച്ചു. എങ്ങനെ വായിക്കും? ത വ ള. അടുത്ത് എഴുതാൻ പോകുന്ന വാക്ക് കുളം. കുളം. ആദ്യം ക വരച്ചു, തൊട്ടടുത്തായിട്ട് ഉ എന്ന ചിഹ്നം വരച്ചു. കു. ഇനി ളം എന്ന് എഴുതണമെങ്കിൽ ആദ്യം ള വേണം. ള വരച്ചു. അം എന്ന ശബ്ദത്തിനായി 0 കൂടെ ചേർത്തു. കുളം. അപ്പോൾ നമ്മൾ ഇന്ന് ളയാണ് പഠിച്ചത്. ള വരുന്ന വാക്കുകളായ മലയാളം, തവള, കുളം. ഇത്രയും വാക്കുകളും നമ്മൾ പഠിച്ചു. ഓരോ വാക്കുകളും ഈ പഠിച്ച അക്ഷരവും പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.